عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين محمد صلى الله عليه وسلم وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق، خلق الإنسان من علق. സമാദരണീയരായ ഉസ്താദുമാർ, സ്നേഹാദരവുകൾ നിറഞ്ഞ ജഡ്ജിമാർ, മറ്റു ഏറെ പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ അളവറ്റ അനുഗ്രഹവും കൃപയുടെയും പേരിൽ ഈ സദസ്സിൽ നാം സംഗമിച്ചിരിക്കുകയാണ്. ഇതിൽ എൻ്റെ നാവിട്ടലക്കുന്ന വാക്കുകളെ ശ്രദ്ധാപൂർവം ശ്രവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതും അത് എനിക്ക് പറയാൻ സാധിക്കുന്നതും അത് കേട്ട് അതിന്റെ മാർക്കിടാൻ വേണ്ടി ജഡ്ജിമാരുടെ പേനകൾ ചലിക്കുന്നതും പടച്ചവന്റെ കൃത്യമായ അനുഗ്രഹമാണ് എന്ന ബോധ്യത്തോടു കൂടിയാണ് വിനീതൻ ഇവിടെ നിൽക്കുന്നത്. വാസ്തവത്തിൽ ഏൽപ്പിക്കപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മുസാബഖയോട് ഏറ്റവും സാമ്യമുള്ളതാണ്. കലയും സാഹിത്യവും ഇസ്ലാമിൽ എത്രത്തോളം സ്ഥാനമുണ്ട് എന്നുള്ളതാണ്. ബഹുമാനികളെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. നുബൂവത്തിന്റെ ആദ്യ വർഷം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹിറാ ഗുഹയിലായിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുകയാണ്, ഇഖ്റ, താങ്കൾ വായിക്കുക. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാം കെട്ടിപ്പിടിച്ചു, ഞെരുക്കി. നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് വീണ്ടും വായിക്കാൻ അറിയില്ല. അങ്ങനെ 3 തവണ പറഞ്ഞിട്ട് ഇഖ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മനസ്സിലാകുന്നത് സാഹിത്യത്തിന്റെ മഹത്വമാണ്. സാഹിത്യം എന്ന് പറഞ്ഞാൽ കടിച്ചാ പൊട്ടാത്ത വാക്കുകൾ ഇങ്ങനെ ആർത്തിരമ്പിക്കൊണ്ട് സദസ്സിനെ കയ്യിലെടുക്കലല്ല, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരോട് അഭിസംബോധന ചെയ്യലാണ്. ആയിരക്കണക്കിന് പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സമൂഹത്തിന്റെ ഭാഷയിലാണ് അയച്ചത്. കാരണം ദഅവത്ത് ചെയ്യണമെങ്കിൽ അവർക്ക് മനസ്സിലാകണം. ആ ഭാഷയിൽ മാത്രമേ അവരോട് സംസാരിക്കാൻ പറ്റുള്ളൂ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അന്നാസു മആദിനുൻ കമആദിനിൽ ദഹബി വൽ ഫിദ്ദ. മനുഷ്യന്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന പല കഴിവുകളുമുണ്ട്. ആ കഴിവുകളെ പുറത്തെടുത്തുകൊണ്ട് സമൂഹത്തിന് മുന്നിൽ ഇറങ്ങി ചെല്ലണം. അതാണ് ഈ സാഹിത്യത്തിന്റെയും കലയുടെയും വ്യത്യാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തീപ്പൊരി പ്രഭാഷകന്മാരുണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹു എന്തിനു പറയണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഭാഷണം കേട്ടാൽ കഅന്നഹു മുൻദിറു ജയ്ഷിൻ, ഒരു സമുദായത്തെ നയിക്കുന്നത് പോലെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചിരുന്നത്. മറുവശത്തെ കവികൾ ഉണ്ടായിരുന്നു. ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ കവിതയൊക്കെ എടുത്തു നോക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ വറൂഹുൽ ഖുദ്സ് മഅക, നീ കവിത പാടിക്കോ, ഇതിലൂടെ ശത്രുക്കളെ പഞ്ചമുച്ചമടക്കാൻ നിന്നെക്കൊണ്ട് സാധിക്കുമെന്ന് ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെയൊക്കെ മനസ്സിലാകുന്നത് കലയുടെയും സാഹിത്യത്തിന്റെയും ഇസ്ലാമിലുള്ള ബന്ധത്തെയാണ്. ബഹുമാനികളെ, നാം മനസ്സിലാക്കണം, അർ-റഹ്മാൻ, പരമകാരുണ്യകനാൻ അവൻ. അവന്റെ അനുഗ്രഹമായ ആദ്യം എടുത്തു പറഞ്ഞത് അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഖുർആൻ പഠിപ്പിക്കണമെങ്കിൽ സ്വാഭാവികമായും അത് നമുക്ക് സമൂഹത്തിൽ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കണം. എന്നാലേ ആ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് നമുക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിലൂടെ എല്ലാ പ്രവാചകന്മാരും ചെയ്ത ഈ ദൗത്യത്തെ നമ്മൾ കേവലം 3 ദിവസങ്ങൾ കൊണ്ട് പാട്ടുകളും പ്രസംഗങ്ങളും മുഹാദറകളുമായി സദസ്സിന് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, ഇതിലൂടെ കിട്ടുന്ന എന്റെ കഴിവിനെ നാം സമൂഹത്തിൽ ഇറങ്ങി ചെന്നുകൊണ്ട് അവരോട് ദഅവത്ത് ചെയ്യും. ഉദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ, ഹിക്മത്തോടുകൂടി ആയിരിക്കണം അവിടെ ക്ഷണിക്കേണ്ടത്. വൽ മൗഇദത്തിൽ ഹസന, നല്ല ഉപദേശം എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം നാം സംസാരിക്കേണ്ടത്. അതിനെ എനിക്ക് നിങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹി അവ്വലൻ വആഖിറ വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.